കോൺഗ്രസിന് ഭയങ്കര പ്രശ്നമാണ് സാറേ. ഞങ്ങൾ ഗവൺമെന്റ് ആയിട്ട് പോവാണ്. അതൊക്കെ ഉണ്ടാവും, ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നടക്കും. ജനാധിപത്യ പാർട്ടി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നിങ്ങളുടെ പാർട്ടിയിൽ CPM എല്ലാം ശാന്തമാണല്ലോ. എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോ എന്നാരും ചോദ്യം ചെയ്തില്ല. പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ. അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ട് ഇതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ ഊഹിച്ച് നിൽക്കണ്ട കേട്ടോ. CPM എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ അറിയോ, ഒരു തിരുത്തലും ഇല്ല. ഇതെല്ലാം കറക്റ്റാണെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. അല്ല, CPM എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് CPM പാർട്ടിയോ അതിന്റെ സമുന്നത നേതാക്കന്മാരാരെങ്കിലും സഖാവ് പിണറായി വിജയനോ പറഞ്ഞിട്ടില്ല. അയ്യോ, അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ? അറിയാം. പോട്ടെ, CPM തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിരുന്നു പോലും അവർ അംഗീകരിച്ചിട്ടില്ല. പിണറായി വിജയന്റെ വെല്ലുവിളി കേട്ടാൽ തോന്നുന്നു അദ്ദേഹമാണ് മുഖ്യമന്ത്രി, PD സതീശൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവാണ് എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് പാർട്ടിക്ക് തെറ്റുപറ്റി, മുന്നണിക്ക് തെറ്റുപറ്റി, പല സ്ഥലങ്ങളിൽ തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തിയില്ല. അതിൽ ജാഗ്രത കുറവുണ്ടായി, വീഴ്ചയുണ്ടായി എന്നൊക്കെയാണ് പാർട്ടി നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത്. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞല്ലോ. കമ്മിറ്റിയിൽ പറയുന്നത് പത്രമാധ്യമങ്ങളിൽ വരെ നമുക്ക് അതേപടി വിശ്വസിക്കാൻ പറ്റിയില്ല. മാത്രമല്ല നമ്മുടെ കയ്യിൽ അതിന് തെളിവില്ല. പക്ഷെ ഇവരിൽ പലരും പത്രപ്രസ്താവനകളിലും അതുപോലെ അഭിമുഖ സംഭാഷണങ്ങളിലും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും ഒക്കെ പറയുന്നത് മുന്നണിക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു, തിരുത്തേണ്ട സമയത്ത് തിരുത്തലുണ്ടായില്ല. വ്യക്തിപൂജ വളരെ വ്യാപകമായിരുന്നു. ഒരു നേതാവിന്റെ മാത്രം പടം വച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹോർഡിംഗ് അടിച്ചതും LDF അല്ലാതെ മറ്റാര് എന്നൊരു ചോദ്യം ചോദിച്ചതും അത്ര പന്തിയായില്ല. ആ ചോദ്യം ജനങ്ങൾ തെറ്റായ രീതിയിൽ എടുത്തു. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു വിപ്രതിപത്തി ഉണ്ടായി എന്നാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരാരും പറയുകയില്ല. കാരണം എന്താ വെച്ചാൽ ഈ തീരെ ഭരണപരിചയമില്ലാത്ത 10-18 പേരെ വെച്ച് മന്ത്രിസഭ ഉണ്ടാക്കി കഴിവും പ്രാപ്തിയുള്ള ആളുകളെ പുറത്തു നിർത്തുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ തെറ്റ്. പിന്നെ ഈ വന്ന ആളുകൾ തന്നെ നിലാവത്ത് കോഴി അഴിച്ചു വിട്ട പോലെ 5 കൊല്ലവും മന്ത്രിമാരായിട്ട് തുടർന്നു. ഞാനിപ്പോ അവരുടെ ആരുടെ പേരെടുത്ത് പറഞ്ഞ് ആ പാവങ്ങളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മിക്കവർക്കും തന്നെ ഇപ്പൊ നിയമസഭയിൽ കയറണമെങ്കിൽ പാസ് എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരാധീനതകളുണ്ട്. പിന്നെ ലോക കേരള സഭ നടത്തി, നവകേരള സദസ്സ് നടത്തി, 20 മന്ത്രിമാർ ഒരു ബസ് ചാർട്ടർ ചെയ്ത് 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി നമ്മളെപ്പോലുള്ള ആളുകളുടെയൊക്കെ ജീവിത ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രാരബ്ധങ്ങളൊക്കെ കണ്ടുപഠിക്കാനായി അവർ കണ്ടു പഠിച്ചു. കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായി. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. അതിനു പുറമെയാണ് തിരുവനന്തപുരത്ത് നടന്ന ആശാസമരം. ആശാസമരത്തോടുള്ള സർക്കാരിന്റെ നിലപാട് ആശാസ്യമായിരുന്നില്ല എന്ന് നമ്മുടെ സഖാവ് ബിനോയ് വിശ്വ ഇപ്പൊ പറയുന്നു. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് അത് തോന്നി. മാത്രമല്ല ഇത്തവണ ഈ നിയമസഭയിൽ എഴുന്നേറ്റ് മറുപടി പറയാൻ ആരുമില്ല. പിന്നെ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. പിണറായി വിജയൻ നിയമസഭയിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത പ്രതിപക്ഷ നേതാവായി മാറി. എന്നെ ഇങ്ങനെ പൂഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാട്ടാ. അതെന്താ? എന്താന്ന് അറിയില്ല. നിങ്ങൾക്കോ? എനിക്കിഷ്ട. എനിക്കും കുറേശ്ശെ ഇഷ്ട. പ്രതിപക്ഷത്ത് ഇദ്ദേഹത്തോളം തന്റെ അടുള്ള വേറൊരു നേതാവുമില്ല. അദ്ദേഹം മാറിയാൽ ആ സ്ഥാനത്ത് ശൂന്യതയായിരിക്കും. കാരണം ബാക്കി പ്രധാനപ്പെട്ട ആളുകൾക്ക് തോറ്റുപോയി. അവരെയൊക്കെ ജനങ്ങൾ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ നിയമസഭയിൽ വളരെ ഘോരമായിട്ട് പ്രസംഗിച്ചിരുന്ന ആളുകളൊക്കെ അവിടെ P. രാജീവ് ഉണ്ടായിരുന്നുള്ളൂ. താർക്കികനായിരുന്നു, താത്വികനായിരുന്നു, പ്രത്യയശാസ്ത്ര വിശാരദനായിരുന്നു. അദ്ദേഹത്തിന് വിശാരദത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല. പക്ഷെ നിയമസഭയിൽ കയറാൻ പറ്റിയില്ല, തോറ്റുപോയി. ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡി. MP. രാജേഷ് വേറൊരു ചിന്തകനായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തെ കാണാനില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാവരും തോറ്റ് തട്ടുംപുറത്ത് കയറി. ശൈലജ ടീച്ചർ എവിടെ? വീണ ജോർജ് എവിടെ? CPIയുടെ പ്രസാദും രാജനും മാത്രമാണ് കട്ടിച്ച് രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും തോറ്റുപോയി. അപ്പൊ ഇങ്ങനെ ഒരു വലിയ വിപര്യം ഇപ്പൊ പ്രതിപക്ഷത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത പ്രതിപക്ഷ നേതാവായി മാറിയത് മറ്റേ വാഗ്ദാടിയുള്ള ആളുകളൊക്കെ തോറ്റുപോയതുകൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, അനാരോഗ്യമുണ്ട്, 100,000 പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ഈ പടം നയിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് അനാരോഗ്യവും പ്രായാധിക്യവും അതിൽ നിന്നുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് പുള്ളി നിയമസഭയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് ശരശൈലിയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യന്റെ അവസ്ഥയിലാണ് ഇപ്പൊ പിണറായി സഖാവ്.
എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്തെ? നമുക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും കാലം പട നയിച്ച് ഒരു പരുവത്തിലായി 10 കൊല്ലം കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്ന് ഭരിച്ച് ഏക ഛത്രാധിപതിയായിട്ടിരുന്ന ആളാണ്. 30-40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ചിരുന്ന ആൾ ഇപ്പോൾ ഒരു അകമ്പടിയില്ല. ഒരകമ്പടിയില്ല. ഇപ്പൊ പാറ്റന്റ് ആകം വേണ്ട, ഫയർ എഞ്ചിനും വേണ്ട, അതുപോലെ ആംബുലൻസും വേണ്ട. ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിന് സുഖമായിട്ട് നടക്കാം. ആരും ഒന്നും ചെയ്യില്ല. പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത്. ജയശങ്കർ സൂക്ഷിക്കണം. ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണം തെറ്റിപ്പറഞ്ഞതിന് ഒരാൾക്കെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ. അത്രയല്ലേ ഉള്ളൂ. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹം ഇപ്പോഴല്ലേ പരാതി കൊടുത്തു. എനിക്കെതിരെ അദ്ദേഹം എത്ര കൊല്ലം മുമ്പ് 50 ലക്ഷം രൂപ ചോദിച്ച് വക്കീൽ നോട്ടീസ് അയച്ചാൽ എന്നിട്ട് അപ്പൊ ഇതൊന്നും കേട്ടാലും ജയശങ്കർ പേടിക്കില്ല. ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. ചെന്നിത്തല ചിലപ്പോൾ പേടിക്കുമായിരിക്കും. എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നും. വാഹന വ്യൂഹത്തിൽ ഇപ്പൊ 39 ഉണ്ടായിരുന്നുള്ളൂ, 40 ഇല്ലായിരുന്നു പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞോളാം. പറയേണ്ട സ്ഥലത്ത് പറഞ്ഞു. എന്ത് പറ്റി? ആൾക്ക് ഇപ്പൊ പഴയ പോലെ പേടില്ലാണ്ടായോ? അപ്പൊ ഇതൊക്കെ കേട്ട് പേടിക്കുന്നവര് പേടിക്കും. ഈ പെപ്പിടി വിധിയൊന്നും എന്റെ അടുത്ത് വേണ്ട. പറഞ്ഞു മനസ്സിലായില്ലേ? കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ആംബുലൻസിന്റെയും ഫയർ എഞ്ചിന്റെയും അകമ്പടിയോട് യാത്ര ചെയ്ത വീട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം? എനിക്ക് ഓർമ്മ വെക്കുന്ന കാലത്ത് അച്യുതമേനോനാണ് കേരള മുഖ്യമന്ത്രി. അച്യുതമേനോൻ, കരുണാകരൻ, മുൻ മുഖ്യമന്ത്രി AK ആന്റണി. മരിച്ച ആംബുലൻസിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരുടെ വാഹന വ്യൂഹത്തിൽ ആംബുലൻസ് ഞാൻ കണ്ടിരുന്നില്ല മുമ്പ്. കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് ആംബുലൻസിന്റെ പിന്തുണ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ. കാണുന്നവർക്ക് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി EK നായനാർ പോകുന്നു അവർ കണ്ടിട്ടുണ്ട്, അച്യുതാനന്ദൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരാള് ഛത്രചാമര പരിവീജിതനായിട്ട് പണ്ട് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഇത്ര അകമ്പടി ഉണ്ടായിരുന്നില്ല. അത് വെറും മഹാരാജാവായിരുന്നു. ഇദ്ദേഹം കേരള ചക്രവർത്തി. അപ്പൊ ആളുകൾ വെറുത്തു. അതാണ് ശരിക്കുള്ള പ്രശ്നം. ആളുകൾ വെറുപ്പിച്ചു എന്നുള്ളതാണ്. അത് അംഗീകരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, സ്പീക്കറെ വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായ മന്ത്രിമാരെ വെല്ലുവിളിക്കുന്നു, ലീഗുകാരെ വെല്ലുവിളിക്കുന്നു. ആർക്കും വിളിക്കാം. പക്ഷെ ഈ വെല്ലുവിളിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ, ആർജവം ഉണ്ടോ, അത് ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ന ബുദ്ധിയെങ്കിലും വിളിച്ചേനെ. അപ്പൊ ഇതുപോലെയുള്ള ചപ്പടാച്ചികളുണ്ടും പിപ്പിടി വിദ്യ കൊണ്ടുമാണ് പുള്ളി പാവം ഈ വയസ്സുകാലത്ത് പിടിച്ചു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സഹതാപമാണ് വേണ്ടത്. VS അച്യുതാനന്ദൻ ഒരു പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചു. അത് വാങ്ങാൻ പാടില്ലെന്ന് പാർട്ടി വിലക്കി. അച്യുതാനന്ദന്റെ മകനത് പോയി വാങ്ങിക്കാൻ ധൈര്യം വന്നില്ല. ഇതൊക്കെ ഈ ജനങ്ങൾ ഇത്ര സ്നേഹിക്കുന്ന, ആദരിക്കുന്ന മരിച്ചുപോയ നേതാവിന് ഒരു പത്മവിഭൂഷൺ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. അത് വാങ്ങിക്കുന്ന പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമാണ്. പാർട്ടിയിൽ അങ്ങനെയല്ല സാധാരണ രീതി. അങ്ങനെ ഒട്ടനവധി സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് വാങ്ങിക്കുന്നതിന് പാർട്ടി തടസ്സപ്പെടുത്തി എന്നല്ലേ സാധാരണക്കാരായ പാർട്ടിക്കാർ വിചാരിക്കുള്ളൂ. സാധാരണക്കാരങ്ങനെ വിചാരിക്കും. താത്വികന്മാർക്ക് പല രീതിയിലും അത് വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാം. പക്ഷെ ജനങ്ങൾ വിചാരിക്കുന്നത് അച്യുതാനന്ദൻ മരിച്ചതിന് ശേഷവും ഇയാൾ പക വീട്ടുകയാണ്. ജീവിച്ചിരുന്ന കാലത്ത് പരമാവധി ദ്രോഹിച്ചു, മരിച്ചതിന് ശേഷവും പക വീട്ടുകയാണെന്നാണ് തോന്നുന്നത്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചാത്തു പിടിച്ചേട്ടാ? അതുപോലെ KK ശൈലജയ്ക്ക് ഇല്ലേ റമോൺ മക്സാസെ അവാർഡ് പ്രഖ്യാപിച്ചു. ഈ അവാർഡ് പിണറായി വിജയൻ പുള്ളി മനിലയിൽ പോയി 2 കൈ തെറ്റി മേടിച്ചാൽ, റിയാസിനാണെങ്കിൽ പോയി മേടിക്കാൻ സമ്മതിച്ചാൽ, മരുമകനെ ഇവിടുന്ന് ആശീർവദിച്ച് വിമാനത്തിൽ കയറ്റി വിട്ടെ. പക്ഷേ ശൈലജയ്ക്ക് കിട്ടിയപ്പോൾ പറഞ്ഞു പോയി മേടിക്കണ്ട, വേണ്ട, അത് വലിയ മറ്റേ ബൂർഷ്വാസിയുടെ അവാർഡാണ്. ചുരുക്കി പറഞ്ഞ ഗോകുലകൃഷ്ണൻ കാരണം മാത്തുക്കുട്ടിന്റെ കാലം ഈ ഗതിയായി. അതെ, അത് ബൂർഷ്വാസിയില്ല, ആഗോള സാമ്രാജ്യത്വത്തിന്റെ ചട്ടുകമായ ഫിലിപ്പീൻസിൽ നിന്ന് കൊടുക്കുന്ന റമോൺ മക്സാസെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി എന്നൊക്കെ വ്യാഖ്യാനിച്ചു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെയൊക്കെ പരിണതഫലം ഉണ്ടാവും. അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ. നാട്ടുകാർക്ക് ഭരണം മടുത്തിട്ട്, നാട്ടുകാർക്ക് ഇത് സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാർ, അല്ലാണ്ട് എനിക്ക് എപ്പോഴും തോന്നുന്നില്ല കോൺഗ്രസ്സുകാരോടുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർക്ക് 102 സീറ്റ് കിട്ടിയതെന്ന്. ഇത് ഇവരോടുള്ള മടുപ്പിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ 102 സീറ്റ്. നോക്കണേ ഉള്ളത് തന്നെ പറഞ്ഞ